പതിവ് പോലെ നിശാ സഞ്ചാരത്തിലായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. നടന്നു പോകുന്നതിനിടയിൽ വഴിവക്കിൽ നിന്ന് മനോഹരമായ സംഗീത സാന്ദ്രമായൊരു ശബ്ദം ശ്രദ്ധിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു യുവതി പാടുകയാണ്: കരുത്തിരുണ്ട ഈ രാത്രിയുടെ ദൈർഘ്യമെത്ര, സല്ലപിക്കാനൊരു കൂട്ടുകാരനില്ല, ഉറക്കം വരുന്നില്ല, പടച്ചവൻ കാണുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ കുലുങ്ങുമായിരുന്നു ഈ കട്ടിലിന്റെ പാർശ്വഭാഗങ്ങൾ. ഖലീഫ ആ വീട് അടയാളപ്പെടുത്തി. നേരം വെളുത്തപ്പോൾ ഒരാളെ പറഞ്ഞയച്ചു. വീട്ടുകാരിയെ വിളിപ്പിച്ചു. അന്വേഷിച്ചപ്പോൾ ഒരു യുവതി ഒറ്റക്ക് താമസിക്കുന്ന വീടാണ്. ഭർത്താവ് ഒരു സൈനികനാണ്. ജോലിക്കായാൽ നാട് വിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ വിരഹവും വികാരവും താങ്ങാനാവാതെ അവൾ പാടിയതാണ് ഈ പാട്ട്. തെറ്റു ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിന് പേടി കാരണം മാറി നിന്ന ആ യുവതിയെ ഖലീഫ അനുമോദിച്ചു. അവർക്കായി പ്രാർത്ഥിച്ചു. തൽക്കാലം അവർക്ക് തൗദാരിക്കാനും സംസാരിക്കാനും കൂട്ടുകിടക്കാനും ഒരു വൃദ്ധയെ ഏർപ്പാടാക്കി. അവരുടെ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കാൻ സേനാനായകൻ സന്ദേശമയച്ചു. പിന്നെ ഖലീഫ തന്റെ മകളും പ്രവാചക പത്നിയുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ് പോയത്. മകളെ, ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കാണാതെ എത്ര കാലം ജീവിച്ചിരിക്കാൻ ക്ഷമിക്കാൻ സാധിക്കും? പിതാവിന്റെ ചോദ്യം കേട്ടപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ആദ്യം ഒന്നമ്പരന്നു. അവർ ലജ്ജിച്ചു തലതാഴ്ത്തി. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കാര്യം തുറന്നു പറഞ്ഞു: മകളെ, ജനങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് എനിക്ക് നിന്നോടിങ്ങനെ ചോദിക്കേണ്ടി വന്നത്. നിനക്ക് പറയാൻ മടിയാണെന്നറിയാം, പക്ഷേ സത്യം പറയുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ലെന്ന് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പറയുന്നില്ലേ? അന്നേരം ഹഫ്സ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു. 3 4 കൈവിരലുകൾ ഉയർത്തി ആംഗ്യം കാണിച്ചു. ഉടനെ 3 മാസം കൂടുമ്പോൾ സൈനികർക്ക് ലീവ് അനുവദിക്കണമെന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കി.